വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 18:1 മുതൽ 8 വരെ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്നു, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് അനവധി ഉപമകൾ, കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരെയോ കേൾക്കുന്ന ജനത്തെയോ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് താൻ ഉപമകൾ പറഞ്ഞത്. 2 ഉപമകളിൽ എന്തിനു വേണ്ടിയാണ് താൻ ഈ ഉപമ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഉപമ പറയുന്നത് കൊണ്ട് ആളുകൾ എന്ത് മനസ്സിലാക്കണം എന്ന കാര്യം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസാണ് അത് ചെയ്തിരിക്കുന്നത്. ഇന്ന് നാം വായിച്ച ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായം 1 വാക്യത്തിലും അതുപോലെ തന്നെ അതിൻ്റെ 9 വാക്യത്തിലും ഈ 2 ഭാഗത്തും 2 ഉപമകളുടെ തലവാചകങ്ങളാണ് കാണുന്നത്. ഈ തലവാചകങ്ങളിൽ തന്നെ ഉപമയുടെ ഉദ്ദേശം കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇന്ന് നാം വായിച്ച ഉപമയുടെ ഉദ്ദേശം ആദ്യം തന്നെ പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതാണ് ആ ഉപമയുടെ ഉദ്ദേശം. ഇനി ഈ ഉപമയിൽ ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം ഒരു ദൈവഭയവുമില്ലാത്ത, അധർമ്മം പ്രവർത്തിക്കാൻ ഒരു ശങ്കയുമില്ലാത്ത ഒരു മനുഷ്യനാണ്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ. ഇത്തരത്തിലുള്ള ഒരാളെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായത്തിലുള്ള ഒരു ഉപമയിൽ നാം കാണുന്നുണ്ട്. അനീതി ചെയ്യുന്ന, തൻ്റെ യജമാനനെ വഞ്ചിക്കുന്ന ഒരു വേലക്കാരൻ്റെ ഉപമ 16 അധ്യായത്തിൽ നാം കണ്ടല്ലോ. യേശു തൻ്റെ ഉപമകളിൽ ഈ ലോകത്തിൽ കാണാൻ സാധ്യതയുള്ള ആളുകളെയാണ് കഥാപാത്രങ്ങളായി ഉപമകളിൽ, കഥകളിൽ ഉപയോഗിച്ചത്. കൊള്ളക്കാര് തൻ്റെ കഥകളിലുണ്ട്, മനുഷ്യരെ സഹായിക്കാത്ത ആളുകൾ തൻ്റെ കഥകളിലുണ്ട്. അതുപോലെ ഇവിടെ ദൈവത്തെ ഭയമില്ലാത്ത, നിരീശ്വരവാദിയും മനുഷ്യരെ ശങ്കയുമില്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തെയും യേശു താൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആളുകൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു കഥാപാത്രമായി ഉപയോഗിക്കുന്നു. ഈ ഉപമയുടെ ഉദ്ദേശം പ്രാർത്ഥിക്കണമെന്നാണ്. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഉപമയാണിത്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ പറയും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. പ്രാർത്ഥന വളരെ നല്ലതാണ്, വളരെ അത്യാവശ്യമാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം ഇന്നിത്യാദി കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഇനി ക്രിസ്തീയ കോളത്തിലാണെങ്കിൽ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ ആളുകൾ പറയും. പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കും, പ്രാർത്ഥനയുടെ ശക്തി അത് വളരെ വലുതാണ്, പ്രാർത്ഥന കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ എല്ലാ പറച്ചിലുകളിലും എനിക്ക് വിശ്വാസമില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. പലപ്പോഴും ആളുകൾ പ്രാർത്ഥന ദൈവമാണ് എന്ന നിലയിൽ സംസാരിക്കാറുണ്ട്. ഉദാഹരണത്തിന്, പ്രാർത്ഥന കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യവുമില്ല എന്ന ആളുകൾ പറയാറുണ്ട്. അത് ശരിയാണോ? അത് ശരിയല്ല. പ്രാർത്ഥിച്ചു എന്ന ഒറ്റ കാരണത്താൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കാറില്ല. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധിക്കും, പക്ഷെ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന കൊണ്ട് എല്ലാ കാര്യം സാധിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. അതൊരല്പം കടന്ന പ്രയോഗമാണ്. അങ്ങനെയൊക്കെ പറയാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ ദൈവം നാം പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ കർത്താവ് അതിന് മാതൃകയുമായിരുന്നു. നാം ചോദിക്കും മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. എന്തിന്? പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ആവശ്യം നാം അറിയുന്നതിന് മുൻപേ ദൈവത്തിനറിയാം. അങ്ങനെയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരു വിരോധാഭാസമല്ലേ എന്ന് തോന്നും.
എങ്കിലും നാം പ്രാർത്ഥിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷേ നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായും നാം ഓർത്തിരിക്കേണ്ട കാര്യം, പ്രാർത്ഥനയിൽ ദൈവമാണ് പ്രധാന വ്യക്തി, പ്രാർത്ഥിക്കുന്നയാളല്ല. അതുകൊണ്ട് ദൈവം പറയുന്നത് അനുസരിക്കാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എത്ര പ്രാവശ്യം ചൊല്ലി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സദൃശവാക്യം 28 അധ്യായം അതിൻ്റെ 9 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. എന്ന് വച്ചാൽ ദൈവത്തെ അനുസരിക്കാതെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നമ്മോട് പറയുന്ന കാര്യം അനുസരിക്കാതെ നാം ദൈവത്തോട് സംസാരിക്കുകയാണ്. എന്നുവെച്ചാൽ നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ലെന്ന് ദൈവത്തോട് പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നത് നീ കേട്ടോണം എന്നാണ് പറയുന്നത്. ദൈവം പറയുന്നത് അങ്ങനത്തെ പ്രാർത്ഥന അറപ്പാണെന്നാണ്. അനുസരിക്കാതെ പ്രാർത്ഥന നടത്തിയ ആളുകളുണ്ട്. വലിയ അനുഗ്രഹമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചെങ്കിലും സാധിച്ചില്ല, മറിച്ച് വലിയ ശാപമാണ് ഉണ്ടായത്. ഇത് ഇസ്രായേൽ മക്കൾ കനാൻ നാട് കൈവശമാക്കി അവർ ആദ്യത്തെ പട്ടണം പിടിച്ചു, യെരിഹോ പട്ടണം പിടിച്ചു. അപ്പോൾ ആ സമയത്ത് ദൈവം യോശുവയോടും ഇസ്രായേൽ മക്കളോടും പറഞ്ഞു, യെരിഹോ പട്ടണത്തിൽ ഒന്നും എടുക്കരുത്, അത് ശപഥാർപ്പിതമാണ്. പക്ഷേ ആഖാൻ എന്ന ഒരുത്തൻ സ്വർണവും വെള്ളിയും ബാബിലോണിയ മേലങ്കിയൊക്കെ കണ്ടു, അതെടുത്തു അവൻ്റെ കൂടാരത്തിൽ കൊണ്ട് കുഴിച്ചിട്ടു. ഇതൊന്നും അറിയാതെ യോശുവയും മറ്റുള്ളവരും ആയി പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയി. ആയി പട്ടണത്തിൽ ചെന്നപ്പോൾ ഇവർ പറഞ്ഞു, നമ്മളെല്ലാവരും കൂടെ പോകേണ്ട ആവശ്യമില്ല, കുറച്ച് പേര് പോയാൽ മതി, ചെറിയ പട്ടണമല്ലേ. പക്ഷേ ആയി പട്ടണക്കാർ ഇവരെ തോൽപ്പിച്ച് ഓടിച്ച് കുറേ ആൾക്കാർ മരിച്ചുപോയി. അപ്പോഴേക്കും യോശുവയും ഇസ്രായേൽ സഭയുടെ മൂപ്പന്മാരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാം അവിടെ വായിക്കുന്നത് അവർ രട്ടുടുത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് കിടന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരമായപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? ഇത്രയൊക്കെ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതല്ലേ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാമെന്നാണോ? അല്ല. ദൈവം പറഞ്ഞു, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, നിങ്ങൾ അനുസരിച്ചില്ല. നിങ്ങൾ അനുസരിക്കാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളിവിടുന്ന് എഴുന്നേറ്റ് പോവോ, നിങ്ങളുടെ ഇടയിൽ നിന്ന് പാപം മാറ്റിക്കളയുക. ദൈവത്തെ അനുസരിക്കാതെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് ശാപമോ ബുദ്ധിമുട്ടുമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ആ സംഭവം നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദൈവവചന പ്രകാരം ദൈവഹിതം അനുസരിച്ച് വേണം. അനുസരണക്കേട് കാണിക്കാതെ ദൈവത്തെ അനുസരിക്കാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. നാം പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ. ഇപ്പോൾ എനിക്കൊരു രോഗമുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സാധാരണ നമ്മുടെ എല്ലാം പ്രാർത്ഥന എങ്ങനെയാണല്ലോ, അസുഖം വന്നാൽ സൗഖ്യമാകണം. ഈ രോഗം വരുന്നതിന് മുമ്പ് ഞാൻ സൗഖ്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചോ? ഇല്ല. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എൻ്റെ അറിവനുസരിച്ച്, ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളനുസരിച്ച് മാറും. അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തിൽ വ്യത്യാസം വരും. ഇത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, ദൈവത്തെക്കുറിച്ചുള്ള അറിവും വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം മാറും. അങ്ങനെ ഒരു വളർച്ച നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. അല്ലാതെ എന്നും എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കണം, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം, രോഗത്തിന് സൗഖ്യം നൽകണം, സാമ്പത്തിക അഭിവൃദ്ധി നൽകണം, ഇത് മാത്രമാണ് അനേകരുടെ പ്രാർത്ഥന. അതിനപ്പുറത്തേക്ക് അവർ വളർന്നിട്ടില്ല, അവരുടെ അറിവ് വർദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന വളരാത്തത്, അവരുടെ ഉള്ളടക്കത്തിന് മാറ്റമുണ്ടാകാത്തത്. ഈ ഉപമയിൽ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് നാം വായിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്നും നാം വായിക്കുന്നു. പ്രേ വിത്തൗട്ട് സീസിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ വളരെ ദീർഘമായി പ്രാർത്ഥിക്കണം എന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. തീർച്ചയായിട്ടും അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ നീളമൊന്നുമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് സംസാരിക്കണം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ഉപമ പറയുന്നത് നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നാണ്. എപ്പോഴാണ് പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നത്? ചില ആളുകളുടെ പ്രാർത്ഥന കേട്ടാൽ കേൾക്കുന്നവർക്ക് മടുപ്പുണ്ടാവും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥിക്കുന്നയാൾ കുറേ നാൾ പ്രാർത്ഥിച്ചു, പക്ഷേ പ്രാർത്ഥനയ്ക്കൊരു ഫലവും ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. അദ്ദേഹം പ്രാർത്ഥന നിർത്താൻ പോവുകയാണ്. അങ്ങനെ സംഭവിക്കരുത്. അതാണ് ഈ ഉപമയിൽ കർത്താവ് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കില്ല.
ബൈബിളിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുകയില്ല എന്ന്. ആ കാര്യങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്ന ആളുടെ ഉദ്ദേശം ശരിയല്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്. യാക്കോബിൻ്റെ ലേഖനത്തിലാണ് നാം അത് വായിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്, പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. എന്നാൽ ഒന്നും ലഭിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുഴപ്പമല്ല, നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറകിലുള്ള നിങ്ങളുടെ ഉദ്ദേശം ശരിയല്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്. എന്താണ് അവിടെ യാക്കോബ് പറയുന്നത്? നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നും യാക്കോബ് പറയുന്നു. ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് എന്ന് വച്ചാൽ ഈ ലോകത്തിലെ ഭൗതികമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല, അനാവശ്യമായി ലക്ഷ്യൂറിയസായി ജീവിക്കാൻ, അനാവശ്യമായ കാര്യങ്ങൾ സമ്പാദിച്ചത് മറ്റുള്ളവരെ കാണിക്കാൻ, അല്ലെങ്കിൽ അനാവശ്യമായി ജഡിക സുഖങ്ങളിൽ ഏർപ്പെടാൻ, അതിനുവേണ്ടി ആ ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരില്ല, നിങ്ങൾക്ക് ലഭിക്കില്ല. ലഭിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് തൃപ്തി വരില്ല ആണ് അർത്ഥം. ഈ ഭോഗങ്ങളിൽ ചിലവഴിക്കുക എന്ന് പറയുന്നത് ആളുകൾ ഈ ലോക സുഖത്തിൻ്റെ പുറകെ പോകുന്ന തൃപ്തി വരുമെന്ന് വിചാരിച്ചാണല്ലോ. ദൈവം അവർ ചോദിക്കുന്ന കാര്യങ്ങൾ കൊടുത്താൽ പോലും അവർക്ക് തൃപ്തി വരില്ല എന്നാണ് യാക്കോബ് അവിടെ അർത്ഥമാക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് നല്ല ഉദ്ദേശത്തിലായിരിക്കണം എന്നും നാം പ്രത്യേകം ഓർക്കുക. ദുരുദ്ദേശപരമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല. ഇതൊക്കെയാണെങ്കിലും ശരിയായ കാര്യത്തിനു വേണ്ടി ശരിയായ നിലയിൽ ദൈവവചന പ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോഴും ചിലപ്പോൾ മറുപടി താമസിക്കും. നമുക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാകും, അല്ലെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല എന്നൊരു തോന്നലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നാം ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. ഞാൻ നല്ല ഉദ്ദേശത്തിലാണോ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ദൈവവചനം അനുസരിക്കുന്നുണ്ടോ? ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധം, മനുഷ്യരുമായിട്ടുള്ള ബന്ധം, അതൊക്കെ ശരിയായിട്ട് എനിക്കുണ്ടോ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നാം നമ്മുടെ പ്രാർത്ഥനയെ വിശകലനം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷവും നാം ശരിയായ കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ശരിയായ ഉദ്ദേശത്തിലാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിലും ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചേ ലഭിക്കൂ. ഇതിന് പല ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് ദാനിയേൽ ഒരു ബാലനായിരുന്നപ്പോൾ തന്നെ അടിമയായി ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോയതാണ്. ദാനിയേലിന് ദൈവഭക്തി ഉണ്ടായിരുന്നു. താൻ എല്ലാ ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു. മാത്രമല്ല 70 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രവാസത്തിനൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് ദാനിയേലിന് അറിയാമായിരുന്നു. ആ നിലയിൽ ദാനിയേൽ പ്രാർത്ഥിച്ചു. എന്നാൽ ഈ പ്രാർത്ഥനയൊക്കെ ദാനിയേൽ ഉദ്ദേശിച്ച സമയത്തൊന്നും ദൈവം മറുപടി നൽകുകയോ കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുകയോ ചെയ്തില്ല. ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവവചനപ്രകാരം ദൈവഹിതപ്രകാരം തന്നെയുള്ള പ്രാർത്ഥനയായിരുന്നു. അതുപോലെ തന്നെ പൗലോസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നാം ഉദാഹരണത്തിന് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എഫേസ്യ വിശ്വാസികളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്നാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് അവർക്ക് ലഭിക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വിളിയുടെ ുള്ള ആശ ഇന്നതെന്ന് അവരറിയണമെന്നും ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് അവരറിയണമെന്നും പൗലോസ് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനകളൊക്കെ വളരെ നല്ല പ്രാർത്ഥനകളാണ്, സതുദ്ദേശത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്, ദൈവവചനപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. എങ്കിലും എഫെസോസിലുള്ള എല്ലാവരും അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചോ? എല്ലാവരുടെയും ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയോ അവരുടെ വിളിയാലുള്ള ആശ എന്നതെന്ന് അവരറിയുകയോ ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം എല്ലാവരും അറിയുകയോ ചെയ്തോ? ഇല്ല, അതുടനെ സംഭവിച്ചില്ല. അതുകൊണ്ട് പൗലോസിന് എഫെസോസിലുള്ള സഭയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ മറ്റുള്ള സഭകളിലുള്ള വിശ്വാസികൾക്കും വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിക്കേണ്ടി വന്നു. താൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. താൻ പ്രാർത്ഥനയിൽ മടുത്തുപോയില്ല. ഇങ്ങനെ നാം ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുമ്പോഴും പല കാര്യങ്ങളും സംഭവിക്കുന്നില്ല. നാം പ്രാർത്ഥിച്ച കാര്യത്തിന് നാം വിചാരിച്ച മറുപടി ലഭിക്കുന്നില്ല. ഉദാഹരണത്തിന് എഫെസോസിലുള്ള വിശ്വാസികളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ എല്ലാവർക്കും അത് ഉണ്ടാകുന്നില്ല. അപ്പോൾ മാനുഷികമായ നമ്മുടെ പ്രതികരണം എന്താണ്? നാം കരുതും, ദൈവം ഇതിന് മറുപടി തരുമെന്ന് തോന്നില്ല, ഒരുപക്ഷെ ദൈവം അവരെ എഴുതിത്തള്ളി,
ദൈവം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കരുതുന്നില്ല എന്ന് നാം ചിന്തിക്കാൻ ഇടയാകും. പക്ഷേ അങ്ങനെ കരുതാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നാണ് ഈ ഉപമയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിരീശ്വരനായ, മനുഷ്യനെ ഭയമില്ലാത്ത ഒരു ന്യായാധിപതി. അയാൾ ഒരു ജഡ്ജിയാണ്, ആർക്കും ഒരു ഉപകാരം ചെയ്യാത്തവനാണ്, ദൈവത്തെ പേടിയുമില്ല. ആ പട്ടണത്തിൽ തന്നെ ഒരു വിധവയുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചുപോയി. അവർക്കൊരു പ്രതിയോഗിയുണ്ട്. ഒരുപക്ഷെ ഭർത്താവിൻ്റെ സഹോദരന്മാരോ കുടുംബക്കാരോ ആയിരിക്കും അവളുടെ സ്വത്ത് തട്ടിയെടുത്തു. ദൈവവിശ്വാസി ആയിരുന്നു എങ്കിൽ ന്യായാധിപൻ തീർച്ചയായും ചിന്തിച്ചേനെ, ദൈവം ഈ സ്ത്രീയുടെ കൂടെയാണ്. കാരണം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം അനാഥർക്ക് പിതാവും വിധവയുടെ ന്യായപാലകനുമെന്ന്. അപ്പം ദൈവമാണ് ഈ സ്ത്രീക്ക് വേണ്ടി കേസ് വാദിക്കുന്നത് എന്ന് ഈ ന്യായാധിപൻ ദൈവവിശ്വാസിയായിരുന്നെങ്കിൽ ചിന്തിച്ചേനെ. പക്ഷേ അയാൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം അയാൾക്ക് ദൈവവിശ്വാസം ഇല്ല, മനുഷ്യനെ പേടിയുമില്ല. എന്നാൽ ഈ വിധവയ്ക്ക് വേറൊരു വഴിയുമില്ലായിരുന്നു. ഈ കേസ് ജയിച്ചില്ലെങ്കിൽ അവൾ പട്ടിണിയായി, അവൾക്ക് ജീവിക്കാൻ മാർഗമില്ല. അവളുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് ഈ കേസ് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ്. കേസ് ന്യായാധിപൻ്റെ മുമ്പിൽ വന്നു. അയാൾ കേസിൽ വിധി പറഞ്ഞു, ഈ സ്ത്രീക്കെതിരായി വിധി പറഞ്ഞു. അത് അവളുടെ ഹൃദയം തകർത്തു. കാരണം അവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ പ്രത്യാശയും നശിച്ചു. പക്ഷേ ആ സ്ത്രീ വിട്ടുകൊടുത്തില്ല. ഈ വിധി പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസവും ആ സ്ത്രീ കോടതിയിൽ വന്നു. എന്നെ സഹായിക്കണം, പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണം, അവൾ അപേക്ഷിച്ചു. ന്യായാധിപൻ അവളെ ഓടിച്ചു. ഇനി മേലാൽ ഇവിടെ ഈ കേസും പറഞ്ഞ് വരരുതെന്ന് പറഞ്ഞ് ഓടിച്ചു. പക്ഷേ അന്ന് വൈകുന്നേരം ഈ ന്യായാധിപൻ വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ വാതിൽക്കൽ ഈ സ്ത്രീ നിൽക്കുന്നു. ഒരേ ഒരു കാര്യമേ അവർക്ക് പറയാനുള്ളൂ, എൻ്റെ കേസ്, പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണം, എനിക്ക് വേറെ മാർഗമില്ല. വീട്ടിൽ നിന്നും സ്ത്രീയെ അയാൾ ഓടിച്ചു. പ്രശ്നം തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ കോടതിയിൽ ചെന്നപ്പോൾ ഇതാ ഗേറ്റിൻ്റെ മുമ്പിൽ ഈ സ്ത്രീ നിൽക്കുന്നു, ഇയാളെ കാണാൻ. ന്യായാധിപൻ എവിടെ പോയാലും ഈ സ്ത്രീ അവിടെ നിൽക്കുകയാണ്. അവൾ മടുത്തു പോകാതെ ഈ ന്യായാധിപൻ പറഞ്ഞ കഠിനമായ വാക്കുകളൊന്നും വകവയ്ക്കാതെ, ഇവളെ കാണാത്ത മട്ടിൽ നടക്കാൻ ന്യായാധിപൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഈ സ്ത്രീ ന്യായാധിപൻ്റെ പുറകെ നടന്നു. ഇതൊന്നും രണ്ടും ദിവസമല്ല, കുറേ നാളുകൾ ആ സ്ത്രീ അത് ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ന്യായാധിപൻ പതുക്കെ ഈ സ്ത്രീയെ ഭയപ്പെടാൻ തുടങ്ങി. കാരണം അയാൾ എവിടെ പോയാലും ഈ സ്ത്രീയാണ് വാതിൽക്കൽ നിൽക്കുന്നത്. ഇയാളെ വിടാതെ കൂടിയിരിക്കുകയാണ് ഈ വിധവ. അതിനെക്കുറിച്ച് 5-ാം വാക്യത്തിൽ ന്യായാധിപൻ പറയുന്നത് എന്താണ്? എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് എന്ന് വച്ചാൽ അയാൾക്ക് ഈ സ്ത്രീയെ സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോൾ അയാൾ പറഞ്ഞു, കേസിൻ്റെ വരുംവരായികയും തെളിവും നിയമവും ഒന്നും ഞാൻ നോക്കുന്നില്ല, ഈ സ്ത്രീയെ പ്രതിക്രിയ നടത്തി ഞാൻ രക്ഷിക്കും, ഇല്ലെങ്കിൽ ഇവൾ എന്തെങ്കിലും കഠിനമായത് ചെയ്യും, എൻ്റെ മുഖത്തടിക്കുമെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ മനുഷ്യൻ ഈ വിധവയായ സ്ത്രീക്ക് ന്യായം നടത്തി കൊടുത്തു. ഈ ന്യായാധിപൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? അയാൾക്ക് ദൈവത്തെ പേടിയില്ല, മനുഷ്യരെ ശങ്കയില്ല, നീതിബോധമില്ല, യാതൊരു ധാർമ്മിക ബോധവുമില്ല. എങ്കിലും ഈ സ്ത്രീ മടുത്തുപോകാതെ അയാളുടെ പുറകെ നടന്ന് യാചിച്ചതുകൊണ്ട് അയാൾ ന്യായം നടത്തി കൊടുത്തു. 7-ാം വാക്യത്തിൽ ദൈവമോ, ദൈവം അനീതിയുള്ളവനല്ല, ദൈവം കരുണയില്ലാത്തവനല്ല, ന്യായമായ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നവനല്ല ദൈവം. ഈ ന്യായാധിപനെ പോലെയല്ല ദൈവം. അനീതിയുള്ള, ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യരെ ശങ്കയില്ലാത്ത ന്യായാധിപൻ ഈ വിധവയുടെ കാര്യത്തിൽ ഇടപെട്ട് ന്യായം നടത്തി കൊടുത്തെങ്കിൽ ദൈവമോ, ഈ ന്യായാധിപനിൽ നിന്നും വളരെ വ്യത്യസ്തനായ ദൈവമോ, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ദൈവവും തൻ്റെ വൃതന്മാരുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് യേശു ഇപ്പോൾ പറയുന്നത്. വൃതന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അവർ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി മറ്റ് കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് വൃതന്മാരായി സെപ്പറേറ്റഡ് കൂട്ടരാണ്. അവർക്ക് വേറെ ഒരു ജോലിയുമില്ല, ദൈവത്തെ സേവിക്കുക, ദൈവത്തോടുള്ള സ്നേഹം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ വൃതന്മാർ. അവരെന്താ ചെയ്യുന്നത്? രാപ്പകൽ തന്നോട് നിലവിളിക്കുകയാണ്.
ദൈവത്തോട് നിലവിളിക്കുന്ന, രാപ്പകൽ നിലവിളിക്കുന്ന ആളുകളാണ് വൃതന്മാർ. നമ്മൾ പലരും വിശ്വാസികളാണ്, ശിഷ്യന്മാരാണ് എന്നും വേണമെങ്കിൽ നാം പറയും. ഇവിടെ പക്ഷേ കർത്താവ് പറയുന്നത് വൃതന്മാരെ കുറിച്ചാണ്. അവർ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അവർക്ക് രാത്രിയും പകലൊന്നും വ്യത്യാസമില്ല. അവർ സദാസമയം ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ നിലവിളിയുടെ കാരണം പലതാണ്. അവരെ ഉപദ്രവിക്കുന്നവരുണ്ട്, അവരെക്കുറിച്ച് അവർ നിലവിളിക്കുന്നുണ്ട്. അവർക്ക് പല ആവശ്യങ്ങളുണ്ട്, അതിനുവേണ്ടി അവർ നിലവിളിക്കുന്നുണ്ട്. അവരുടെ ശുശ്രൂഷയുടെ പല ആവശ്യങ്ങളുണ്ട്, അതിനുവേണ്ടി അവർ നിലവിളിക്കുന്നുണ്ട്. ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി രാപകൽ ദൈവത്തോട് നിലവിളിക്കുന്ന വ്രതന്മാർ. അവരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ളവൻ ആയാലും, ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ടാണ് പലപ്പോഴും പല പ്രാർത്ഥനയ്ക്കും ഉടനെ മറുപടി ലഭിക്കാത്തത്. ദൈവത്തിന് നമ്മേക്കാളൊക്കെ ക്ഷമയുണ്ട്. മാനസാന്തരപ്പെടാത്ത ആളുകളെക്കുറിച്ച് ദൈവത്തിന് ദീർഘക്ഷമയുണ്ട്. അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും പ്രവർത്തിക്കാത്തത്. താൻ പ്രവർത്തിക്കും, പക്ഷേ അവർക്ക് സമയം കൊടുക്കും. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. പ്രതിയോഗികളുടെ കാര്യത്തിൽ അവൻ ദീർഘക്ഷമയുള്ളവനാണ്. എങ്കിലും ഇവർ ഇങ്ങനെ രാപ്പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വ്രതന്മാരുടെ കാര്യത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ഉത്തരം, രക്ഷിക്കും. തീർച്ചയായും ദൈവം രക്ഷിക്കും. നാം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അത് ദൈവം കേട്ടു, അതിന് ഉടനെ മറുപടി ലഭിച്ചില്ല എന്നതിൻ്റെ അർത്ഥം ദൈവം അത് മറന്നു കളഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയില്ല എന്നല്ല. ദൈവം തൻ്റെ സമയത്ത് പ്രതിക്രിയ നടത്തും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. നമുക്കറിയാമല്ലോ, ആ ന്യായാധിപൻ ആദ്യം ആ സ്ത്രീ ഓടിച്ചു കളഞ്ഞു, നിൻ്റെ കേസ് തള്ളിപ്പോയി എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ അവസാനം അവൻ്റെ സ്വന്തം വാക്ക് വിഴുങ്ങിയിട്ടാണ് സ്ത്രീക്ക് ന്യായം പാലിച്ചു കൊടുത്ത് അവളെ രക്ഷിച്ചത്. കാരണം അവൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം നീതിമാനായ, കരുണാമയനായ ദൈവം, അവൻ ഒരു ന്യായാധിപനല്ല. വൃതന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ പിതാവാണ്. അവൻ ചില കാര്യങ്ങൾ നമുക്ക് അല്പം താമസിച്ചേ തരികയുള്ളൂ. അത് നമ്മോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. പല കാര്യങ്ങളിലും ദൈവം ചില സമയത്തേക്ക് കാത്തിരിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കും. അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്, ദൈവത്തിന് നമ്മോടുള്ള ബന്ധം കൊണ്ടാണ്. ആ ബന്ധമാണ് പ്രാർത്ഥനയുടെ ഉത്തരത്തേക്കാൾ പ്രധാനം. ഞാനത് ഒന്നുകൂടെ പറയാം. നാം പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന ഉത്തരത്തേക്കാൾ പ്രധാനം നമുക്ക് ദൈവത്തോടുള്ള ബന്ധമാണ്. ആ ബന്ധമുള്ളത് കൊണ്ടാണ് മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം, ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയാം, ദൈവം ഈ കാര്യം ചെയ്യേണ്ടതാണ് എന്നും നമുക്കറിയാം, ദൈവം അത് ചെയ്യുമെന്നും നമുക്കറിയാം. പക്ഷേ ദൈവം അത് തൻ്റെ സമയത്ത് ചെയ്യും. അത്രയും സമയം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളെ പ്രാർത്ഥിപ്പിച്ച് കഷ്ടപ്പെടുത്തി കുറേ നാൾ നോക്കിയിരുത്തി അങ്ങനെ നമുക്ക് ഉത്തരം നൽകുക എന്ന കാര്യത്തിൽ ദൈവം സന്തോഷിക്കുന്നുണ്ടോ എന്ന് ചിലർക്ക് തോന്നും. അങ്ങനെയല്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം എന്താണെന്നാണ് നാം വെളിപ്പെടുത്തുന്നത്. അത് ദൈവത്തോട് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരോടും നാം അത് വെളിപ്പെടുത്തുകയാണ്. നാം ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ അത് ദൈവം നൽകും, ചിലപ്പോൾ അത് ദൈവം നൽകുകയില്ല. എന്തായാലും നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന് യാതൊരു മാറ്റവുമില്ല. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ രാജാവിൻ്റെ കയ്യിൽ നിന്ന്, ഈ അഗ്നി കുണ്ഡത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. ഇനി രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങളും ദൈവമായുള്ള ബന്ധമുണ്ടല്ലോ, അതിനൊരു മാറ്റവുമില്ല. ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ദൈവവും നാമുമായുള്ള ബന്ധമാണ് നമ്മുടെ പ്രാർത്ഥനയേക്കാൾ, നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരത്തേക്കാൾ പ്രധാനം. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിൽ അല്പം താമസം താൻ അനുവദിക്കും. പക്ഷേ ദൈവം നോക്കുമ്പോൾ പത്രോസ് പറയുന്നത്, ദൈവത്തിന് നമ്മുടെ 1000 വർഷം എന്ന് പറയുന്നത് ഒരു ദിവസം പോലെയാണ്. അതുകൊണ്ട് ദൈവം താമസിക്കുന്നു എന്ന് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. മറിച്ച് നാം ദൈവത്തോട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഇതിൻ്റെ അവസാനം 8-ാം വാക്യത്തിൽ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് താൻ ചോദിക്കുകയാണ്. അതിൻ്റെ അർത്ഥം, കുറേ നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആളുകൾ മടുത്തു പോകും. എന്തുകൊണ്ടാണ് മടുത്തു പോകുന്നത്?
ദൈവത്തിലുള്ള വിശ്വാസമില്ലാതെ പോകുന്നതുകൊണ്ടാണ്. ഈ ദൈവം മറുപടി തരില്ല എന്നവരങ്ങ് വിശ്വസിക്കും. അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന നമ്മോട് കരുണയുള്ള ദൈവമാണ് എന്ന കാര്യം അവർ വിശ്വസിക്കില്ല. അവരുടെ വിശ്വാസം പോയി പോകും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ നിലയിൽ വൃതന്മാരായ ആളുകൾ എന്തു വന്നാലും, ദൈവം എന്ത് തന്നാലും തന്നില്ലെങ്കിലും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവന് ഉത്തരം തന്നാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്നേഹിക്കും, സേവിക്കും എന്ന നിലയിൽ വിശ്വാസമുള്ള ആളുകൾ കാണുമോ? എന്തായാലും ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, മനുഷ്യപുത്രൻ വരുമ്പോൾ അത്തരത്തിലുള്ള വിശ്വാസം വളരെ കുറവായിരിക്കും. പ്രിയ സുഹൃത്തേ, നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങളാണോ? അതോ ദൈവവും നിങ്ങളുമായുള്ള ബന്ധമാണോ? താങ്കൾ ദൈവത്തിൻ്റെ ഒരു വൃതനാണോ? ആണെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. ആമേൻ. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957. വചനദീപം